സോ നമ്മൾ ഈ ഒരൊറ്റ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ രണ്ട് സ്ട്രക്ചർ മാറി വന്നത് കണ്ടോ നിങ്ങൾ? ഇനിയിപ്പോൾ ഇതിൽ ഒരു സെൻറ്റൻസ് കൂടി ചിലപ്പോൾ അത് വേറെ സ്ട്രക്ചർ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ബസ്സിനാണ് വരാറ്, ഇന്ന് ഓട്ടോക്കാണ് വന്നത്, കാരണം എനിക്ക് ചില വർക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിചാരിക്കുമോ? അപ്പോൾ എനിക്ക് ചില വർക്ക് തീർക്കാനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? സോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ അതും കൂടി പഠിച്ചാൽ ഈ ഒരൊറ്റ ഒരു ചെറിയൊരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ 3 സ്ട്രക്ചറായി. സോ നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഇതാണ്. നോർമലി ഐ കം ബൈ ബസ്, ബട്ട് ടുഡേ ഐ കെയിം ബൈ ഓട്ടോ ബിക്കോസ് ഐ ഹാഡ് ടു ഫിനിഷ് സം വർക്ക്. ഐ ഹാഡ് ടു ഫിനിഷ്. അത് ഞാൻ പഠിപ്പിക്കാം, ഞാൻ ജസ്റ്റ് പറയാണ്. നമ്മളൊരു ചെറിയ കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കം വന്നു, കെയിം വന്നു, ഹാഡ് ടു കം എന്ന് വന്നു. സോ ഇത് നമുക്ക് യാതൊരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ, ഒരു ഡിലേ ഇല്ലാതെ പറയാൻ പറ്റണം, ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സിസ്റ്റമാറ്റിക്കായിട്ട് ഇരുന്ന് പഠിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിൽ നമ്മൾ ഓരോ സ്ട്രക്ചർ പഠിച്ചാലും അതിൻ്റെ ബാക്കിലുള്ള സ്ട്രക്ചറുകൾ മിക്സ് ആയിട്ട് ഇതുപോലെ തരും. ഇനിയിപ്പോൾ ഒരു സ്ട്രക്ചറും കൂടി പഠിച്ചാൽ ഇതുപോലത്തെ ഒരു കോൺവെർസേഷൻ ശകലത്തിൽ അതും കൂടി ചേർത്തിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഓരോ സെൻറ്റൻസും നോക്കി കറക്റ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ. നിങ്ങൾ ആര് തെറ്റിക്കാൻ വിചാരിച്ചാലും നിങ്ങൾക്ക് തെറ്റില്ല. കാരണം ഇത് ഇന്ന പോലെ നടന്നൊരു സംഭവമാണ്, അതിന് ഇംഗ്ലീഷിൽ ഇന്ന രീതിയിൽ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് തെറ്റുന്ന കാര്യം വരുന്നില്ല.